നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം 9-ാം തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്ക് കുടുംബപരമായിട്ട്, തൊഴിൽപരമായിട്ട്, കർമ്മപരമായിട്ട്, പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. പൊതുവേ ഏഴരശ്ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. കർമാധിപത്യവും ലാഭാധിപത്യവും ഉള്ളതായ ശനീശ്വരൻ ഏഴരശ്ശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, യാത്രകളിൽ ശ്രദ്ധിക്കണം. ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് എന്തൊക്കെ വിഷമതകൾ വന്നാലും ആത്മവിശ്വാസത്തോടെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കുവാനുള്ള മനോബലം വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതും ഈ സമയത്ത് ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നേട്ടങ്ങളും ഉയർച്ചയും എല്ലാം തന്നെ കാണുന്നുണ്ടെങ്കിലും ലാഭാധിപനായിരിക്കുന്ന ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ഏഴരശ്ശനിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ മേടം രാശിക്കാർ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കുടുംബപരമായിട്ട്, കുടുംബ ബന്ധങ്ങളിൽ, കർമ്മപരമായിട്ട്, കർമ്മബന്ധങ്ങളിൽ, ധനപരമായിട്ട്, ദേഹജമായിട്ടെല്ലാം വളരെയധികം നല്ല ഫലങ്ങളും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാവുന്നതാണ്. തൊഴിൽ മേഖലകളിലാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഒരു നല്ലൊരു സമയമാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും
ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു സമയമാണ്. എന്നാൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായ ടെൻഷൻ പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് ക്ഷമാശീലത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് ഇടവം രാശിക്കാർ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ് ഈ മിഥുനം രാശിക്കാർക്ക്. എന്നാലോ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട്, കർമ്മപരമായിട്ട്, കുടുംബപരമായിട്ട്, ധനപരമായിട്ടെല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളം നേട്ടങ്ങൾക്ക് അനുകൂല സമയമാണ്. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും പുതിയ ചിന്തകളാൽ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ നല്ലൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണ് കണ്ടകശനിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. ബുധനും ചൊവ്വയും രാഹുവും എല്ലാം അഷ്ടമഭാവത്തിൽ വരുന്നത് കൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ നേട്ടങ്ങളും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും കർമാധിപതിയായിട്ടുള്ള ചൊവ്വ രാഹുവുമായിട്ട് അഷ്ടമഭാവത്തിൽ യോഗം ചെയ്യുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർമ്മതലത്തിലാണെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ ഒരു സമയങ്ങളിൽ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ
വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലും ശ്രദ്ധ വേണം. പൊതുവേ ഈ ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യവും. അതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റമുണ്ടാകുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ്. തൊഴിൽ മേഖലകളിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും മനസന്തോഷവും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇനി ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യപരിപാലനത്തിൽ കുടുംബജീവിതത്തിലെല്ലാം കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ കന്നിരാശിയിൽ ജനിച്ചവർക്ക്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ട് നിൽക്കുന്നതും അഷ്ടമാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിലും 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം ശ്രദ്ധ വേണം. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കിട്ടുമെങ്കിലും കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ഒരു ആഴ്ചക്കാലം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കണം. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ മാനസികമായ സമ്മർദ്ദങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിനും ഈ ഒരു സമയങ്ങളിൽ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. ദൈനംദിന ജീവിതത്തിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധ വേണ്ട സമയമാണ്. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും
5-ാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ തുലാം രാശിക്കാർക്ക് മാനസികമായിട്ടുള്ള ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ശിവക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. ഇനി വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്ന വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന ഒരു സമയമാണ്. പൊതുവേ അഷ്ടമവ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ മനസ്സിന് സുഖക്കുറവും ടെൻഷനും മറ്റും കാണുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. സാമ്പത്തികപരമായിട്ട് കൂടുതൽ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലും ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ വളരെ ശ്രദ്ധിക്കണം. കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്, നേട്ടങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടെല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നെങ്കിലും സുഖസ്ഥാനത്ത് 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ നിലനിൽക്കുന്നതുകൊണ്ടും ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. നിലവിലെ ബിസിനസ് വിപുലീകരിക്കാമെന്നുള്ള മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കഠിനാധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും നല്ലൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയും. ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന നല്ലൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും അഭിവൃദ്ധിയും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ധനുരാശിയിലുള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ്. ഇനി തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായ സമയമാണ്. കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഇനി വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും 5-ാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റെയും അനുകൂല സ്ഥിതി കാണുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാനും പഠന വിഷയത്തിൽ നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും മനസ്സന്തോഷവും ഉയർച്ചയും കാണുന്നുണ്ട്. എന്നാലോ
ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ 6ാം ഭാവസ്ഥിതി മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടെ കൂടി മുന്നോട്ട് പോയാൽ ധാരാളമായിട്ടുള്ള ഗുണഫലങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാലോ 7ര ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി അഷ്ടമഭാവത്തേക്ക് വരുന്നതുകൊണ്ടും ജന്മരാശിയിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ശ്രദ്ധിക്കണം. എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ്. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്ന മീനം രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ 7ര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മീനം രാശിയിൽ ജനിച്ചവർക്ക്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ചിലവ് വർധനവിനും കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ ഒഴിവാക്കി വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.